Assalamu alaikum. Welcome to Cook with Rumana. Nanda video first time nokro untayenge subscribe akoro next la bell press akoro ellarkum share akoro support akoro. Indu nanu Arabic special ayo oru chicken mandi akkontulla. Idu Arab country ullanke ellarkum gontundu rayat atra famous alla. Appo idu nanku Eid special ayittu ee batte try aka. ഈ ബട്ട് ആർക്കും വലിയ ഗൗജിയിൽ പെരുന്നാളില്ല ഉള്ളതിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ലൊരു ഫുഡാക്കിയിട്ട് എവിടേക്കും പുറത്ത് പോകാണ്ട് ആർക്കും ഉപ്പതിരാക്കാണ്ട് ഞങ്ങൾ പെരുന്നാൾ ഈ ബട്ടത്തെ പെരുന്നാൾ സെലിബ്രേറ്റ് ആക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് മന്തി എങ്ങനെ ആക്കുറോന്ന് നോക്കാം. ಮಂದಿ ರೆಡಿ ಹಾಕೋಗು ನಾನು 1.5 ಕಿಲೋ ಚಿಕನ್ ಎಡ್ತಿರೋ. ಇದು ಬೆಳ್ಳಿ ಪೀಸ್ ಹಾಕಿದ್ದು ಕಟ್ ಹಾಕೋನು. ಎತ್ರ ಬೆಳ್ಳಿ ಬೇನೋ ನಿಂಗೆ ಇಷ್ಟ. ಅದಕ್ಕೆ ನಾನು 2 ಟೊಮ್ಯಾಟೊ ചെറിയ ഇത് കട്ടാക്കണം. ഒരു തെല്ല് പുതിന, 2 ക്യാപ്സിക്കം അതും ചെറിയ കട്ടാക്കണം. വലിയതായ ഒന്നുമേ. പിന്നെ തെല്ല് കൊത്തമ്പരി ചൊപ്പ്. ഇത് മാഗി ക്യൂബ്, മാഗി സ്റ്റോക്ക് ഇന്നെങ്കിൽ ഇട്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ അകത്തെത്തിക്കുള്ള ഉപ്പിടണം. ഒരു 2-3 സ്പൂൺ ഉപ്പ് വേണാവും ഫുൾ ചിക്കൻകുള്ളതല്ലേ. പിന്നെ ഞങ്ങൾ എടുത്തോ ഒരു 2 ടീസ്പൂണ് നല്ല മുളക്, 2 ടീസ്പൂണ് ജീരകത്തെ പൊടി. ഇത് ഞാൻ ഔത്ലേ ആക്കിയോ മന്തി മസാല. ഇത് എങ്ങനെ ആക്കറോ ഞാൻ ഇപ്പോൾ ചെല്ലറേ. ഞാൻ ഇപ്പോൾ ഇട്ടത് മന്തി മസാല. ഇത് രാത്രിയിലേക്ക് ഇട്ടാലേ ഇത് എങ്ങനെ ആക്കറോ ഞാൻ ചെല്ലറേ. ഇത് എങ്ങനെ ആക്കറോ ചെന്നെങ്കിൽ ഒരു 2 സ്പൂൺ കൊത്തമ്പരി, 1 സ്പൂൺ ജീരക, 1 സ്പൂൺ ബഡ്സൊಪ್ಪು, പിന്നെ ഒരു 10 എൽത്തരി, പിന്നെ ഒരു തെല്ല് ലവങ്ക, തെല്ല് കെത്തെ, പിന്നെ ഇങ്ങനത്തൊരു ലിംബೆ, ഇങ്ങനത്തെ ಒಣಕ ಲಿಂಬೆ ಬಂದು ಈ ಒಣಕ ಲಿಂಬೆರೋ 2 ಪೀಸ್ ಹಾಕೋನು. ಪೀಸ್ ಹಾಕಿದ್ಲೋ ಲಿಂಬೆರೆ ಬಿತ್ತೆಲ್ಲ എടുക്കണം. എടുത്തിട്ട് അതും മിക്സിക്കിട്ട് പൊടി ആക്കണം. ഇനി ഇത് കിട്ടാത്തങ്ങ ഗരം മസാല ഇട്ടിട്ട് ലിംബെരെ തന്നി വീട്ടി കൊടുത്തെങ്കിൽ ഇത്ത് അത്രമേ. പിന്നെ ನಾನು എടുത്തോ 150 ಗ್ರಾಮ್ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್. 150 ಗ್ರಾಮ್ ಗೊಂತಾ ಇല്ലെങ്കിൽ ഞങ്ങൾ സാധാ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് 250 ಐತಿಕ್ಕರು ಅದನ್ನು ಮುಕ್ಕಾಲು ಎಡ್ತೆಮ್ಮಿ. എന്നിട്ട് ചന്ത ഞങ്ങൾ മിക്സ് ആക്കണം. കയ്യിലേ മിക്സ് ആക്കണം. ഇത് ചന്ത ഒരു 5 നിമിഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഇത് 1 ಗಂಟೆ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലെ കീഴിൽ ಬೇಯ್ക്കണം. ഫ്രിഡ്ജിൽ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿದ್ದು ಜಾವ್ಗೆ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ നല്ല ഒരു ചിക്കന്. പിന്നെ ഞാനിത് എടുത്തോ 1 കിലോ അരി, 1 കിലോ അരിക്ക് 1.5 കിലോ ചിക്കൻ. ഇത് വേറെ മസാല ഇടാത്തതിൽ അങ്ങനെ എടുക്കും. ഇത് അരി ബസ്മതി അരി അല്ല, സെല്ലാ ബസ്മതി അരി ചെന്ന് ചെല്ലറാറ്. അത് ഞങ്ങളുടെ രായത്തല്ല, പാക്കറ്റ് അല്ല, ലൂസ് നനച്ചിട്ട് അരിയിട്ട് അങ്ങാടിലേക്ക് ഇട്ട് ആ അരിയത് 1 ಗಂಟೆ നനച്ചിട്ടെങ്കിൽ ഇത്ത്. പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിന്ന പോലെ ചോറ് തന്നെ ಬೇಕನು. ಅದಕ್ಕೆ ಎಲ್ಲ ಸ್ಪೈಸಸ್ ಇಡೋಣ. ಎಕ್ಸ್ಟ್ರಾ ಚೆಂತ ಈ ಲಿಂಬೆ ಇಡೋಣ. ഇതില്ലെങ്കിൽ ലിംബെരെ തന്നി ബീത്തിയമ്മേ. പിന്നെ തന്നി പയച്ച പിന്നെ അതിക്ക് ഞങ്ങൾ അരിയിട്ട് കൊടുക്കണം. ഇതൊരു 60% ಇಲ್ಲ 70% ಬೇಬಾಟಿ ಮೇಯ್ 1 ಗಂಟೆ ನೆಂಚಿಟ್ಟದಂತಾയെങ്കിൽ ഒരു 1/4 ಗಂಟೆಲ್ಲ ಮೇಯವರು. പിന്നെ ನಾನು ഇപ്പോൾ എടുത്തു വെച്ചോ ചിക്കൻക്ക് 1 സ്പൂണ് കളറുಗೆ ഇട്ട് ನಾನು ಮೊಲರ പൊടി ഇട്ടുന്നേ. പിന്നെ 1 സ്പൂണ് നല്ല മുളക് ഇടണം. നല്ല മുളക് പൊടിയല്ല, ഒരു നല്ല മുളക് ഇതിക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കണം. അത് നല്ലവരും. പിന്നെ 5 ನಿಮಿಷ ಮುಚ್ಚು ಓಪನ್ വെച്ചിട്ട് ഇങ്ങനെ ಬೇಬಾಟುമ്പൊತ್ತು കോലിര തന്നിയല്ല ഇങ്ങനെ ബണ്ട്. ഇത് കാണുന്നത് ഫുൾ എണ്ണല്ല, കോലിര തന്നിയും. 5 നിമിഷം ആയി പിന്നെ മറിച്ചിട്ട് കൊടുക്കണു. 5 നിമിഷം ഓപ്പൺ ആക്കി ಬೇಬಾಟಿയ പിന്നെ മറിച്ചിട്ട് കൊടുക്കണു. ചിക്കൻ 1.5 മേൽ ഒന്നാവോ തീരാ, അത് ജാഗ്രത ആക്കണം. പിന്നെ ഞങ്ങൾ മുಚ್ಚಿ വെച്ചിട്ട് ഒരു 5 നിമിഷം ಬೇಬಾಟೋನು. അപ്പം കറക്റ്റ് തന്നിയെല്ലാം ബുട്ടു തിക്കറ് പാടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണു. ഞങ്ങൾ മന്തി ചൊല്ലുമ്പോൾ അത് ഞങ്ങൾ കോലി കാച്ചപ്പോലെ അല്ല, കോലി ಬೇಬಾಟಿಯ പോലും കോലി കാച്ചപ്പോലും ഒരു മിക്സ് ಐತಿಕ್ಕರು. ഞങ്ങൾ ಮಂದಿ ತಿಂಡಂಗ ಗೊಂತಿಕ್ಕು ಮಂದಿರ ಎರ್ಚೆಂಗನೆ ಇಕ್ಕರು ಚಂತ ಕ್ರಿಸ್ಪಿ ಅಲ್ಲ, ಬೇಬಾಟಿಯ പോലും പിന്നെ ഞങ്ങൾ കാച്ചപ്പോലും മിക്സ് ಐತಿಕ್ಕರು ಸಬಲ 5 ನಿಮಿಷ ಓಪನ್ ಹಾಕಿತ್ತು, 5 ನಿಮಿಷ ಮುಚ್ಚಿತ್ತು ಬೇಬಾಟನ್ನು ಚೊಲ್ರು. 10 ನಿಮಿಷ ಬೇಬಾಟಿ ಮೇ ಒಟ್ಟಿಗೆ. അതിൽ പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ച ചോറിൽ പാതി ചോറ് അതിന് മേൽക്കിട്ട് കൊടുക്കണം. അതിൽ പിന്നെ അത് തന്നിക്ക് ജസ്റ്റ് മഞ്ഞളുടെ പൊടി ഇട്ടേ മേ. ഇത് കളർ ഇടോ തീരാ, ജസ്റ്റ് മഞ്ഞളുടെ പൊടി ഇട്ടേ മേ. പിന്നെ പടർ ലെയറും ഫുൾ ഇടണം. ഇതിക്ക് നെയ്യ, കൊട്ട ദ്രാക്ഷമ, കാച്ച ഉള്ളിയ എന്തും ഇടില്ല, നെയ്യ് എന്തും ഇടില്ല. ഇതിക്ക് ഇങ്ങനെ ഹോൾ എടുത്ത് കൊടുക്കണം. അതിങ്ങനെ ദമ്മ മേല് ബറുക്ക് മാത്രം ഹോൾ എടുത്ത് കൊടുക്കുറോ.
അതിൽ പിന്നെ ഒരു 3-4 കായ്മുളക് ചന്ത കഴുകിയിട്ട് അതിന് മേലെ ഇങ്ങനെ കുത്തി വെക്കണം. പിന്നെ ഞങ്ങൾ ചോറ് റെഡിയാക്കുമ്പോൾ എടുത്തോ ലിമ്പുണ്ടല്ലേ, അത് ലിമ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മാത്രം വെച്ചിങ്ങി, ഇല്ലെങ്കിൽ നോർമൽ ഞങ്ങൾ ലിമ്പല്ലേ ഒണക്കല്ലാത്ത പച്ച ലിമ്പമ്മേ അതേ വെച്ചമ്മി. പിന്നെ ഇത് കണൽ ഞങ്ങൾക്ക് നാ വെച്ചിരോ, ഇത് ഞാൻ ചാർക്കോൾ വെച്ചിരോ. നിങ്ങൾക്ക് കണൽ ഇല്ലാണ്ടായെങ്കിൽ നോർമൽ ഞങ്ങൾ തേങ്ങര ചിരണ്ടില്ലേ അത് കത്ബാട്ടിത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിന് മേലത്തെല്ലാം നെയ്യ എണ്ണമായിട്ട് കൊടുത്തെമ്മി ദമ്മിട്ടെമ്മി. ബിരിയാണി ദമ്മിടുമ്പോഴത്തു ഏത് ദമ്മിടുമ്പോഴത്തു അടിക്ക് ഒരു പഴയ ഞങ്ങളെ കയ്യിലുള്ള ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കണം. അപ്പം അടികൊന്നും പിടിക്കില്ല. ഇതൊരു 25 നിമിഷം ഇങ്ങനെ ദമ്മിൽ മെല്ലെ സ്ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പിന്നെ ഓഫാക്കിയിട്ട് 10 നിമിഷത്തിൽ പിന്നെ ഞങ്ങൾ ദം ഓപ്പൺ ആക്കണം. അതായത് ദം ഇട്ടിട്ട് 20 നിമിഷം സ്ലോ ഫ്ലെയിമിൽ കത്ബാട്ടണം. അതിൽ പിന്നെ ഓഫ് ആക്കിയിട്ട് കാഗണ്ടിൽ പിന്നെ ഞങ്ങൾ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയിട്ട് അതിന് മേലുള്ള ചോറെല്ലാം മിക്സ് ആക്കിയിട്ട് വേറൊരു എടുത്ത് കെടുക്കണം. ഇപ്പം കാണണമെങ്കിൽ എടുത്ത പിന്നെ അടിയിൽ ചോറിക്കറ്. ഈ ചോറിലോ ഞങ്ങൾ മന്തിര ഫ്ലേവർ എല്ലാം ഉള്ളോ, മേലിൽ അത്രയില്ല, മസാല ഞങ്ങൾ ഇട്ടതെല്ലാം അതിലുള്ളൂ. അതിൽ പിന്നെ ചിക്കൻ മാത്രം അതിൽ സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിൽ ചോറും ഉണ്ടോ, ആ ചോറ് എടുക്കോ തീരാ. ഇത് ഭയങ്കര സുലഭമാക്കുക, അതുപോലെ ടേസ്റ്റ്. ഞങ്ങൾ ബിരിയാണി ആക്കറെ കാണ്ടി ഭയങ്കര ടേസ്റ്റ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ ട്രൈ ആക്കിയ ഒരു ഐറ്റം. ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ ഇത് കിട്ടലാൻ നമ്പിയായിരിക്കും. ഇന്നെങ്കും ഭാരി കൊറടി ഇത്തിക്കൂ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ആക്കണോ. ആ ചോറും ഞങ്ങൾ ഫസ്റ്റിಗೆ എടുത്ത് വെച്ച ചോറും ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം. ചെന്നെങ്കിൽ ആ ചോറിലുള്ള അത്ര ചോറിലുള്ള ഞങ്ങളെ ഫുൾ മന്തിരോ ഫ്ലേവർ ഈ ചോറ് ചെന്നെങ്കിൽ അത്ര ടേസ്റ്റുള്ള ചോറ് ಅದಕ್ಕೆ ഞങ്ങൾ ചന്ത മിക്സ് ആക്കി കൊടുക്കണം. ಅದಕ್ಕೆ ചിലർ ബസ്മതി അരി എടുക്കോ തീരാണ്ട്. ബസ്മതി അരി ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഒടിര്. ഇപ്പം സെല്ലാ ബസ്മതി ആയെങ്കിൽ സെല്ലാ ബസ്മതി ഞങ്ങളുടെ ആയതെങ്കിൽ അത്ര പേര് പിടിക്കാല്ലേ. നഞ്ചിಡ್ರ അരി ഇഞ്ചത്ത് ലൂസ് തണ്ടാರ അത് അരി. പിന്നെ അതിന് മേൽക്ക് ഞങ്ങൾ എടുത്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കണം. ഇപ്പം ഫ്ലെയിം എന്തും ഓൺ ആക്കോ തീരാ, ഗ്യാസ് ഓൺ ആക്കോ എന്തും തീരാ. ഇട്ട് കൊടുത്തിട്ട് ഒരു 10 നിമിഷം മുಚ್ಚಿ വെച്ചത് ചെന്ന ഇത് ചമ്മ വെച്ചിക്കറ്. ആ വെച്ചത്തിലെ ഒന്ന് അറേഞ്ച് ആവുകയത്ത് ഒന്ന് മിക്സ് ആക്കിയ ചോറല്ലേ അതൊന്ന് അറേഞ്ച് ആക്കുകയത്ത് മാത്ര. അപ്പം ഞങ്ങൾ ചോറിപ്പം റെഡി ചെയ്യും. മന്തി അടിപൊളി മന്തി. ഇത് സൈഡ് ഡിഷ് ചെയ്ത് ಟೊಮ್ಯಾಟೊ ಸಾಲ್ಸ ಹಾಕ್ರೋ. ಇದು ಹೆಂಗನೆ ಹಾಕ್ರೋ ಚೆಂತ ನನ್ನ ಫಸ್ಟ್ ವಿಡಿಯೋ ಚಿಕನ್ ಹೈದರಾಬಾದಿ പുലാവിലും ഉണ്ട്. അത് ഞാൻ ലിങ്ക് അടിയിലിട്ടെ അത് നോക്കിയെങ്കിട്ട്. അപ്പം സാൽസും തൈരും ചിക്കനും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ആക്കണം.